മാം, കൂടുതലും പേർക്ക് അറിയാത്ത കാര്യമാണ് ഈ ദഹന പ്രക്രിയയും അത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഗട്ട് റീസെറ്റ് പറയുമ്പോൾ നമുക്ക് എന്ത് ആയിരിക്കാം തുടക്കത്തിൽ സംസാരിക്കേണ്ടത്? ഗട്ട് റീസെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന മിക്ക പ്രശ്നങ്ങളും വയറിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിനിൽ നമ്മളെപ്പോഴും പറയുന്നത് ഏത് അസുഖം വന്നാലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മിക്കവാറും വയറ് ഡൈജഷൻ ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ആ ഒരു അണ്ടർലൈൻ എന്താ പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് നമുക്ക് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരുമായിരിക്കാം, ഛർദിൽ വരുമായിരിക്കാം. മിക്ക ആൾക്കാർക്കും കുറച്ചുകൂടെ പ്രായമായിട്ട്, അതായത് ഇപ്പം പാർവതിയുടെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു 20s ഒക്കെ ആവുന്ന സമയത്ത് എന്ത് പറ്റും, പുറത്തുനിന്നൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കും, നമ്മൾ ജോലിയിൽ ഏർപ്പെടും, അപ്പോൾ സമയം തെറ്റിയുള്ള ഫുഡ് അതെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വാ മുതൽ നമ്മുടെ മലദ്വാരം വരെയാണ്. അപ്പോൾ ഇതിനൊരു ലൈനിങ് ഉണ്ട്, ഒരു മ്യൂക്കസ് ലൈനിങ്. നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഒരു മുക്കളമാരത്തെ ഒരു ലൈനിങ് ആണ് അതിനുള്ളത്. അപ്പോൾ പലപ്പോഴും എന്താ പറ്റുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തെറ്റിയായിട്ടുള്ള ഫുഡ് ആഹാരം കഴിക്കുന്ന സമയത്ത് ഇത് ഇൻഫ്ലെയിംഡ് ആവും. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ബോഡി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻഫ്ലമേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചു കാലം തെറ്റിയൊക്കെ കഴിക്കുന്ന സമയത്ത് കട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ കോമൺ ആണ്, കാരണം നമ്മളെല്ലാവരും പുറത്തുനിന്ന് കഴിക്കുന്നുണ്ട്, അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കൂടുതലായിട്ടും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. പക്ഷെ അന്ന് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇടയ്ക്ക് ഒരു ഗ്യാസ് കയറി, അല്ലെങ്കിൽ നെഞ്ചെരിഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് വയറിളക്കം വന്നു, അത് പോയി എന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഓടിപ്പോൾ ഒരു ആൻറ്റാസിഡ് എടുത്ത് കഴിക്കും അല്ലേ ഈ പ്രശ്നം മാറാൻ. പക്ഷേ അത് ഒരു സിംറ്റം മാത്രമായിരുന്നു. അണ്ടർലൈങ് ആയിട്ട് ഒരു പ്രോബ്ലം അവിടെ നിൽക്കേ അത് പ്രകടമായത് ഇങ്ങനെയാണ്, നമ്മൾ ആ പ്രകടമായത് മാത്രം ഒന്ന് അടച്ചു വെച്ചു, അത്രേ ഉള്ളൂ. പിൽക്കാലത്ത് ഇത് പിന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നൊക്കെ പോലെ, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, അൾസർ, ഇതുപോലത്തെ ഒരുപാട് മാരകമായ പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഈ ഗട്ടിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ, കാരണം നമ്മൾ എന്നും ഫുഡ് കഴിക്കുന്നുണ്ട്, എന്നും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗട്ടിനൊരു ശരിക്കും റെസ്റ്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിന് ചേഞ്ചസ് വരുത്തുന്നില്ല അല്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നില്ല. അപ്പോൾ അതേ സ്റ്റേറ്റസ് കോ നമ്മൾ തുടർന്ന് പോകുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ ഗട്ടിനെ ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ കോശങ്ങൾക്ക് വരാനോ അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷൻസ് കൂട്ടാൻ. സെക്രീഷൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയറിനകത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇതൊക്കെ നല്ലതായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനും അത് ആഗിരണം ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അതിനെ ഒന്ന് ക്വാളിറ്റി മെച്ചപ്പെടുത്താനൊക്കെ ഈ ഗട്ട് റീസെറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഹെൽപ്പ് ചെയ്യും. അപ്പം അതാണ് ഈ ഗട്ട് റീസെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്.